മംഗലാപുരത്തെ കൊടും ചൂടത്തെ എന്നുള്ളൊരു പുതിയ വീഡിയോയിലൊക്കെ സ്വാഗതം. ചൂടെന്ന് വെച്ചാൽ അമ്മാതിരി ചൂടാണ്. 1 ലിറ്റർ വെള്ളമൊക്കെ ഞങ്ങൾ 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ടാണ് തീർക്കുന്നത്. അമ്മാതിരി ചൂടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് എറണാകുളം പോവാണ്. പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് എന്ന വണ്ടിയിലാണ്. ആ വണ്ടി എപ്പോൾ എറണാകുളം എത്തുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം അത് എപ്പോഴും എറണാകുളം എത്തുന്നത് രാത്രി 8-9 മണിക്കാണ്. അവിടെ എത്തേണ്ടത് ഒരു 6-7 മണി സമയത്ത് എത്തേണ്ടതാണ് എറണാകുളത്ത്. അത്രയ്ക്ക് ലേറ്റായിട്ട് ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഈ വണ്ടി എന്ന് പറയുന്നത് ഗോമതേശ്വര എക്സ്പ്രസ് അഥവാ മംഗലാപുരം യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിവിടെ ഡിപ്പാർച്ചറിന് വേണ്ടി റെഡി ആയിട്ട് കിടക്കുകയാണ്. ഒരു കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു WDP 4D ആയിട്ട്. ഈ വണ്ടി ഇവിടെ നിന്ന് 11:30 പുറപ്പെടുന്നത്. അപ്പോൾ അതിപ്പോൾ പുറപ്പെടുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിന് വൈകിട്ട് ഒരു 7 മണി റേഞ്ചിൽ ഇത് യശ്വന്ത്പൂർ എത്തും. നമ്മുടെ പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ഒരു 1/2 മണിക്കൂർ ഡിലേ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. നേരത്തെ 1.25 മണിക്കൂറായിരുന്നു. എന്തോ പറ്റിയ തരത്തില്ല. തുക്ലക്കാബാദ് ഷെഡിൻ്റെ ഒരു WH9 ലോക്കോ ആണ്. തുക്ലക്കാബാദ് ഷെഡിൻ്റെ ഗുഡ്സ് ലോക്കോയാ. പൂനെ എറണാകുളം ദർഭംഗ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് സ്ലീപ്പറിനാണ്. S7 നമ്മുടെ കോച്ചിലൊക്കെ അതിൻ്റെ പരസ്യമൊക്കെ ഇടിച്ചിട്ടുണ്ടോ? മറ്റേ എല്ലോറയാണോ ഏതാണത്? കർണാടകത്തിൻ്റെ കുറേ പരസ്യമൊക്കെ ഇടിച്ചിട്ടുണ്ട്. ഗോൾ ഗുംബസ് അങ്ങനെ കുറേ ഉണ്ട്. കയറിക്കോ. യെസ്, വലത് കാലം വെച്ച് കയറി ബ്രോ. നമ്മുടെ 15-16 സെക്കൻഡ് റോ. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ് ഉണ്ടോ. 15-16 38 മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് മംഗലാപുരം ജംഗ്ഷനിൽ പുറപ്പെട്ടിരിക്കുകയാണ്. 11:30 വണ്ടി 11:58 വിട്ടു. G9 നല്ല വലിവുണ്ടല്ലേ ബ്രോ? ഗുഡ്സ് ലോക്ക് അല്ല, നല്ല വലിവാ. ഇവിടെ ഒരു WAP1 കിടക്കുന്നുണ്ടോ, 22011. നമ്മളിപ്പോൾ വലിയ ഡിലേ അല്ലാണ്ട് മംഗലാപുരത്ത് നിന്ന് വിട്ടു. പക്ഷെ നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട് ബാക്കിൽ രാജധാനി എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ രാജധാനി എങ്ങനെ കയറും, എങ്ങനെയാണ് ഇത് നമ്മുടെ വണ്ടി എങ്ങനെ പോകുന്നതനുസരിച്ചാണ് രാജധാനി കയറുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ വണ്ടി ഡിലേ ആണെങ്കിൽ രാജധാനി കയറും, നല്ല വിടിയിലാണെങ്കിൽ രാജധാനി കയറത്തിലെ പുറയത്ത് നിൽക്കും. കാരണം നമ്മുടെ വണ്ടിയെക്കാട്ടും കുറച്ച് ബാക്കിലാണ് രാജധാനിയുടെ ഷെഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 10 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളാണ്ട് കേരളത്തിൽ കയറി മഞ്ചേശ്വരം നമ്മളെത്തിയിരിക്കുകയാണ്. മഞ്ചേശ്വരം സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്നു.
എത്തിയിരിക്കുകയാണ് കാസർഗോഡ്. സമയം 12:37. നമ്മൾ പയ്യന്ന് 52 വിട്ട് അതിപ്പോൾ എത്ര നേരം എടുത്ത് നമ്മളെടുത്ത് 35 മിനിറ്റ് അല്ലേ? 35 മിനിറ്റ് കൊണ്ട് നമ്മൾ മംഗലത്തിന് കാസർഗോഡ് എത്തി. ഞാൻ ഈ വണ്ടി ലേറ്റ് ആവുമെന്ന് പറയാൻ കാര്യം, ഈ വണ്ടിയുടെ ഞങ്ങൾ ലാസ്റ്റ് കുറേ റണ്ണെടുത്ത് നോക്കിയപ്പോൾ എല്ലാം മാംഗ്ലൂർ എത്തിക്കൊണ്ടിരുന്ന 2-2:30 ആ ടൈമല്ലേ. ഇത് ഭയങ്കര ഡിലേ ആയിട്ട് ഓടുന്നൊരു വണ്ടിയാണ്. കൊങ്കണിൽ കയറും, എസ്പെഷ്യലി ഈ വണ്ടിക്ക് പൻവേൽ എത്തുമ്പോഴേക്കും ഭയങ്കര ഡിലേ ആണ്. ഇന്നലെ തന്നെ പൻവേലിൽ വിട്ടത് 54 മിനിറ്റ് ഡിലേഡ് ആയിട്ടാണ്. പക്ഷേ സ്ലാക്ക് കാരണം ഇവിടുത്തെ ഓൺ ടൈം ആയി. അങ്ങനെ ഈ വണ്ടി അങ്ങനെ ഓൺ ടൈം പറഞ്ഞ ചരിത്രമല്ല, പക്ഷേ ഇന്ന് ഓൺ ടൈം ഓടുമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ഏകദേശം ഒരു കണ്ണൂർ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഡിലേയിൽ എത്തും. ആ ഒരു ഡിലേ വെച്ച് എറണാകുളം എത്തുവാണെങ്കിൽ എറണാകുളം ഓൺ ടൈം എത്തും. ആക്ച്വലി രാജധാനി പണിയരായിരുന്നാൽ മതി. നമ്മുടെ അഭിജിത് ബ്രോയുടെ അമ്മയുണ്ടല്ലോ, നല്ല അടിപൊളി പൊതിച്ചോറ്, വാഴയിലയിൽ പൊതിച്ചോറ് നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇന്ന് അയച്ചേ ബ്രോ കാണട്ടെ. ആ മണമൊക്കെ വരുന്ന വാഴയിലയുടെ മണമൊക്കെ നമുക്ക് അടിപൊളി. നല്ല കുത്തിരി ചോറ്. ഇതെന്താണ്? ചമ്മന്തി, തേങ്ങാ ചമ്മന്തി. ഇതെന്താണ് ബ്രോ? മീൻ വറുത്തറ. എന്ത് വേണം? ഇത് രണ്ടും മതി. പിന്നെ മോര്. സൂപ്പർ. ഇന്നേക്ക് ഒരു പൊടി, എല്ലാരും വാങ്ങ. പൊരിച്ചോറ് ട്രെയിനിൽ കഴിക്കുന്നല്ലേ ഞാൻ. ചമ്മന്തി, മോര്, മീനിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ പുറത്തൊരു കുച്ചിനെ പോകുന്നു. പിടി പിടിക്കുക, ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഉരുളയാക്കി പാലം കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. നല്ല വെയിലാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടാണ്. കണ്ണൂരെത്തറ കേട്ടോ. വളപ്പട്ടണം എത്തി. വളപ്പട്ടണം ഇവിടെ എന്തോ സ്പീഡ് കുറച്ചാണ് പോകുന്നത് വണ്ടി. ഇപ്പുറത്തെ ഗുഡ്സ് ട്രെയിനിൽ നിറച്ച് മറ്റേ അൾട്രാടെക് സിമെന്റ് കൊണ്ടിറക്കുന്ന കണ്ടോ. ഈ ഗുഡ്സ് ട്രെയിൻ ഇവിടെ രണ്ടായിട്ട് മുറിച്ചേക്കുക കണ്ടോ. അതിൻ്റെ പകുതി ഭാഗം ഇവിടെ. അപ്പോൾ ആ പകുതി ഭാഗം വേറെ എങ്ങോട്ടേക്കും പോകാനായിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഈ ചെയ്യുന്നത്. ചില ഗുഡ്സ് ട്രെയിനൊക്കെ അങ്ങനെയാണ്. ഒരു സ്റ്റേഷനിൽ വന്നിട്ട് ബാക്കി പകുതി ഭാഗം വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ ലോക്ക് ഒരു ഗുഡ്സ് ലോക്ക് ആയതുകൊണ്ട് അതിൻ്റെ സ്പീഡ് 100 ആണ്. പക്ഷേ 100 ആണെങ്കിലും ഇതിനെ വലിച്ചുകൊണ്ട് പോകാനുള്ള കഴിവ് ഭയങ്കരമാണ്. ഞാൻ നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ട്. അതായത് ഒരു വണ്ണുള്ള ഒരാൾ ഇടിച്ചിടാൻ എളുപ്പമാണ്, പക്ഷേ അയാൾക്ക് സ്പീഡിൽ ഓടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു മെലിഞ്ഞ ആൾക്ക് സ്പീഡിൽ ഓടാൻ പറ്റും. വലിച്ചുകൊണ്ട് പോകാനുള്ള കഴിവ് അല്ലെങ്കിൽ ഒരാൾ ഇടിച്ചിടാനുള്ള കഴിവ് ചിലപ്പോൾ കുറവായിരിക്കാം. ആ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ കൂട്ടിയാൽ ഒരു WAPs വല്ല ലോക്കോയ്ക്കാണെങ്കിലും കുറേ കോച്ചുകൾ അല്ലെങ്കിൽ കുറേ ലോഡുകൾ വലിച്ചുകൊണ്ട് പോകാനുള്ള കഴിവ് കുറവായിരിക്കും, പക്ഷേ നല്ല സ്പീഡ് എടുക്കും. പക്ഷേ G9 അങ്ങനെയല്ല. G9 എത്ര ലോഡുകളും വലിക്കും. 9000 HP ആണ് ഈ ഒരു ലോക്കോയുടെ പവർ എന്ന് പറയുന്നത് G9ൻ്റെ. നമ്മളങ്ങനെ 1:45 കണ്ണൂരെത്തി കേട്ടോ. അരമണിക്കൂർ ഡിലേ. ഈ റോഡിൻ്റെ ഒരു WAP4 ആയിട്ട് ഇതൊരു വണ്ടി കിടപ്പോൾ ഇത് മറ്റേ കണ്ണൂർ കോഴിക്കോടായിരിക്കും. അപ്പുറത്ത് നമ്മുടെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്. സാറിന് അവിടെ ഡീസലായിരിക്കുന്ന ടൈമിൽ എപ്പോഴും അവിടെ പോയി എന്താ ഷൂട്ട് ചെയ്യും. ഇപ്പോൾ ഒരു മൈൻഡ് ഇല്ല, കാരണം ഇലക്ട്രിക് അല്ലേ, ആർക്ക് വേണം. കുറേ ആൾക്കാർ ഈ വണ്ടിയിൽ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യാൻ കേട്ടോ, താമസിയാതെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലോക്കോ എന്ന് പറയുന്നത് 3761 കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു WAPs ആണ്. പുത്തൻ പീസനാണ്. തലശ്ശേരി തിരൂരൊക്കെ സ്റ്റോപ്പുണ്ട് കേട്ടോ. ഇപ്പൊ യശ്വന്ത്പൂർ മംഗലാപുരം എക്സ്പ്രസിന് വണ്ടി വരുന്നുണ്ട്. മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് വിടുന്ന ഏതോ ഒരു ലോങ് ഡിസ്റ്റൻസ് വണ്ടിയുടെ ബൈക്ക് ഷെയറിംഗ് ആ വണ്ടി.
നമുക്ക് എന്തായാലും ഇത്രയും നേരം വരെ നല്ല പ്രയോറിറ്റി ആയിട്ടോ, 1/2 മണിക്കൂർ ഡിലേ ഉള്ളൂ. രാജധാനി ഇപ്പോഴും നമ്മുടെ പുറയിലാണ്. കോഴിക്കോട് എത്തും നമ്മൾ. ഹൈ റൈസ് പാൻഡോ പീസ വെച്ച് ഏതേ വണ്ടി? മറ്റേ ചെന്നൈ എഗ്മോർ മംഗളൂരു എക്സ്പ്രസ് വണ്ടി കേട്ടോ. കോഴിക്കോടെത്തി. കോഴിക്കോട് അവിടെ നടുക്കായിട്ടൊരു ജീറ്റലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും ജീറ്റലുമാണ്, ഇഷ്ടം പോലെ ഉണ്ട്. കോഴിക്കോട് സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് വണ്ടി കയറുമ്പോൾ ഇതാണ് അനൗൺസ്മെന്റ് കേട്ടോ. 1550 പൂനെയിൽ നിന്നും എറണാകുളം വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. നമ്മളിപ്പോൾ കടലുണ്ടിയിൽ എന്ന സ്റ്റേഷനുണ്ട്. അതായത് കോഴിക്കോട് കഴിഞ്ഞിട്ട് ഫറോക്കം കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ് കടലുണ്ടി. അപ്പോൾ ഈ കടലുണ്ടി സ്റ്റേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കടലുണ്ടി പുഴ കാണാം. അപ്പോൾ ഈ പുഴയിലാണ് 2001 ജൂണിൽ നമ്മുടെ മംഗലാപുരം ചെന്നൈ മെയിൽ അപകടത്തിൽപ്പെട്ട, എല്ലാവർക്കും അറിയാലോ, കടലുണ്ടി ട്രെയിൻ ദുരന്തം. അപ്പോൾ അന്ന് ഏകദേശം 59 ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. നമ്മൾ ആ ട്രെയിനിൽ കുറച്ച് കോച്ചുകൾ വെള്ളത്തിൽ വീണ് ഏകദേശം 59 ആൾക്കാരോളം മരണപ്പെട്ടു. 300ഓളം ആൾക്കാർക്ക് അത് പരിക്കേറ്റു. നമ്മുടെ കേരളം കണ്ട ട്രെയിൻ അപകടങ്ങളിൽ മെയിനായിട്ടുള്ളൊരു ട്രെയിൻ അപകടമാണിത്. നമ്മുടെ ഐലൻഡ് എക്സ്പ്രസിൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ ഈ ഭാഗത്തൂടെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും ഈ കടലുണ്ടി പുഴ കിടക്കുമ്പോൾ നമ്മൾ ഓർക്കുക ആ ഒരു മൊമെൻറ്റ്സൊക്കെ. എന്താ അല്ലേ? നമ്മളങ്ങനെ തിരൂരെത്തി കിടന്നു. വണ്ടി എന്തായാലും നല്ല വിടിയിലുണ്ട്. ഗോമോ ഷെഡിന്റെ WAPC നമ്മുടെ മംഗള എക്സ്പ്രസ് ആണ് ഈ പോകുന്നുണ്ടോ. മംഗള ലക്ഷറി. എറണാകുളത്തിന്റെ ഒരു അടിപൊളി ആൾക്കുണ്ടോ. 13494 ഇടുമല്ലേ? നമ്മൾ സാധാരണ ICFിലെയൊക്കെ കോച്ചുകളെല്ലാം കണ്ടിട്ടില്ല. ICF, RCF, MCF. പക്ഷെ ഇത് കണ്ടോ, BML ലിമിറ്റഡ്, ബാംഗ്ലൂരിൽ ഉള്ളൊരു കമ്പനിയാണ് BML. അവിടെ ഉണ്ടാക്കിയാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്നായിരുന്നു ഫുൾ ഫോം. ബാംഗ്ലൂരാണ്, നമ്മുടെ ബാംഗ്ലൂർ മെട്രോ വരെ. അപ്പോൾ ഈ കോച്ച് BML ഉണ്ടാക്കിയ കോച്ചാണ് കേട്ടോ.
അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലെത്തി. നമ്മൾ 4:40 തന്നെ അരമണിക്കൂർ ഡിലേ ഉള്ളു. ഇപ്പോഴും നേത്രാവതി എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. ബ്രോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ലോകാത്ഭുതങ്ങളിൽ ഒരെണ്ണമാണ്. നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയിട്ട് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമ്മൾ ഇവിടുന്ന് വിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 3-4 വണ്ടി എടുത്ത് തേക്കേണ്ട അലക്കി വിടേണ്ട ടൈം ആയിരിക്കുകയാണ്. നമ്മൾ 4:58 ആയപ്പോൾ ഷൊർണൂരിൽ നിന്ന് വിട്ടു. രാജധാനി ഇപ്പോഴും നമ്മുടെ ബാക്കിലാണ്. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. ആരക്കോടൻ WAP4. ഭാരതപ്പുഴ പുതിയ പാലം കളിയുന്നുണ്ട്. പാലം നമ്മുടെ വണ്ടി അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോട്ടയം ഏകദേശം ഓടിക്കൊണ്ടിരിക്കണം. കേട്ടോ, തൃശ്ശൂർ എത്തി. ഈ വണ്ടി നമ്മൾ ഈ വണ്ടി കയറുന്നതിന് മുമ്പ് കുറേ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വണ്ടി എപ്പോഴും ഓൺ ടൈം എത്തിയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഇന്ന് കണ്ട 6:51 ടൈം കാണിക്കണേ. ഓൺ ടൈമാണ്. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ കാണിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൺഡേ കണ്ട 8:21 ERS എത്തിയത്. ഇനി അതിന് മുമ്പുള്ള സൺഡേ കാണിക്കാം. 8:15 എറണാകുളം എത്തിയ ടൈം. അതിന് മുമ്പുള്ള സൺഡേ 8:54 ERS എത്തിയ ടൈം. പിന്നെ അടുത്ത സൺഡേ കാണിക്കാം. അത് 9 മണി ERS എത്തിയ ടൈം. അപ്പോൾ 1 മാസമായിട്ട് ഡിലേ ആണ്. അതിൻ്റെ ഫെബ്രുവരിയിൽ നോക്കാം. ഫെബ്രുവരി 25 9:10 ERS എത്തിയ ടൈം. ഫെബ്രുവരി 18 അത് 9:10 ERS എത്തിയ ടൈം. ഫെബ്രുവരി 11 8 മണി ERS എത്തിയ ടൈം. അപ്പോൾ 2 മാസമായിട്ട് ലേറ്റ് ഓടിക്കൊണ്ടിരുന്ന വണ്ടി നമ്മൾ കയറിയപ്പോൾ ഓൺ ടൈം. ചരിത്രം, ഹിസ്റ്ററി, VIP ഓൺ ബോർഡ് പ്രയോറിറ്റി. അതെ, രാജധാനി വരെ പുറകിലാക്കി നമ്മൾ മുന്നേറുന്നത്. ഒരു കിടലൻ LHB വണ്ടിയില്ലേ, അത് പോയത് എറണാകുളം SMBT എക്സ്പ്രസ് ആണ്, ബാംഗ്ലൂർ പോകുന്നത്. ആ വണ്ടിയുടെ റേറ്റ് ഷെയറിംഗ് ആണ് മറ്റേ ഓക്ക എക്സ്പ്രസ്. നല്ല അടിപൊളി കോച്ചാണ് 2 വണ്ടിക്കും കിട്ടിയത്. നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ തന്നെയാണോ? നമ്മൾ എത്ര വേഗം വന്നു എറണാകുളം എത്ര 6 ആയി. ഇപ്പം തന്നെ 4 ഒക്കെ കഴിഞ്ഞ് എനിക്ക് അതിശയം വരുന്നു. ഭയങ്കരം തന്നെ. നമ്മൾ എറണാകുളം ടൗൺ സ്കിപ്പ് ചെയ്യാതെ പാലരുവി എക്സ്പ്രസിനെ നമ്മൾ ഓട്ടോയൊക്കെ അടിക്കുന്നുണ്ട്. പാലരുവി അപ്പുറത്ത് കിടക്കുക. ഇത് വളരെ റെയർ ആണ് കേട്ടോ, റെയർ. നമ്മളെ എങ്ങും പിടിച്ചില്ല ഈ സാധനം. തൃശ്ശൂർ തൊട്ടപ്പം വണ്ടി നിന്നിട്ടില്ല. എന്താണ് എന്തോ എനിക്ക് അതിശയം വരുന്നത്. സാധാരണ ഇങ്ങോട്ടൊക്കെ വരുന്ന വണ്ടിയാണ് എല്ലായിടത്തും ചവിട്ടിയാണ് പോകുന്നത്. നമ്മൾ ഇപ്പോൾ എറണാകുളം സൗത്തിലേക്ക് അടുക്കുന്നത്. വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ടല്ലേ, എന്ത് കഷ്ടമെന്ന് നോക്കുമ്പോൾ എന്തോരം വേസ്റ്റ് ഒന്നൊക്കെ ഭയങ്കരം അടിച്ച് പറത്തി നമ്മൾ ഇവിടെ എത്തി. എറണാകുളം അടുത്തെത്തി. സൗത്തിലേക്ക് കയറാൻ പോവാ. KSRTC ബസ് സ്റ്റേഷൻ എറണാകുളം കണ്ടോ.
പൂർണ്ണ എക്സ്പ്രസ്സും പൂനെ എറണാകുളം എക്സ്പ്രസ്സും രണ്ടും അടുത്തടുത്ത പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ 6:50 പുറപ്പെടുന്ന നമ്മുടെ എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസ്സും പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് രണ്ടും ഒരേ റേറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. രണ്ടും ഒരേ റേറ്റ് ഷെയറിംഗ്, അതല്ലേ ഏറ്റവും വലിയ തെറ്റ്. അല്ല അടിപൊളി. ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആട്ടോ. നമുക്ക് ഭയങ്കര ഫുൾ പ്രയോറിറ്റി നമ്മളെ കയറ്റി 6:50 വിടുന്ന വണ്ടി അത് കണ്ട് അവിടെ നിർത്തിയിട്ടിരിക്കുക എപ്പോഴും. അടിപൊളി യാത്രയായിരുന്നു അല്ലേ? പെട്ടെന്ന് എത്തി നമ്മള്. സുഖമായിട്ട് എത്തി. ഇത്രയും വേഗം എത്തുന്ന ആദ്യമായിട്ട് കേട്ടോ. നല്ല അടിപൊളി യാത്രയായിരുന്നു. നമ്മള് എറണാകുളം എത്തി. നമ്മള് മെട്രോ കയറി ഫ്ലാറ്റിൽ പോവാം. നമ്മളങ്ങനെ സൗത്തിൽ നേരെ ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റിന്റെ മംഗലാപുരത്ത് നിന്ന് എറണാകുളം സൗത്തിലുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞൊരു കിടിലൻ വീഡിയോ ആണ്. ഞാൻ അപ്പോൾ നമ്മുടെ അഭിജിത്ത് ബ്രോയും അമ്മയും അച്ഛനൊക്കെ ആയിട്ട് നേരെ കോഞ്ചിൽ പോയിട്ട് ചെറിയൊരു കുക്കിംഗ് വീഡിയോയും പിന്നെ ഒരു കുട്ടിക്കാരൻ ട്രിപ്പൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയൊക്കെ ആയിട്ട് കാത്തിരിക്കാം. പിന്നെ നമ്മൾ അടുത്തൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ആ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഒരു വമ്പൻ ട്രിപ്പാണ്. അതായത് നമ്മൾ ഇവിടെ നേരെ രാജസ്ഥാനിലെ ജയ്സൽമീർ പോകും. ഒരു ജയ്സൽമീർ ഉത്തരാഖണ്ഡ് ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ജയ്സൽമീർ ഉത്തരാഖണ്ഡ് ട്രിപ്പ്. നമ്മൾ ജയ്സൽമീർ നേരെ ഉത്തരാഖണ്ഡ് പോയി ഹരിദ്വാർ, ഋഷികേശ്, തീർത്ഥാടനമല്ല കേട്ടോ, തീർത്ഥാടനമൊന്നുമല്ല, ഹരിദ്വാർ ഋഷികേശ് ഒക്കെ പോയിട്ട് നമ്മൾ നേരെ തിരിച്ച് മംഗള എക്സ്പ്രസ്സിന് end-to-end കയറി വരും. നിങ്ങളെല്ലാവരും കമൻറ്റിൽ പറഞ്ഞാൽ മംഗളയുടെ വീഡിയോ ചെയ്യണം. അപ്പോൾ മംഗളയുടെ വീഡിയോ ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ വരും. അപ്പോൾ ആ ഒരു ട്രിപ്പാണ് അടുത്തത്. ജയ്സൽമീർ പോയിട്ട് ഇവിടെ നേരെ മുംബൈ പോവും. മുംബൈ നേരെ ജയ്സൽമീർ പോവും. ജയ്സൽമീർ നേരെ കത്ഗുഡം എന്ന സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. അവിടെ നേരെ ഹരിദ്വാർ, ഋഷികേശൻ ഡൽഹി നേരെ നിസാമുദ്ദീൻ നേരെ എറണാകുളം മംഗള. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ, ഈ ഒരു യാത്രയും ഈ ഒരു വീഡിയോയും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴേക്കും ബൈ.